DCC പ്രസിഡന്റ് ND അപ്പച്ചനെ മാറ്റിയേക്കും. തൃശൂർ മോഡൽ വയനാട്ടിലും നടപ്പിലാക്കാൻ KPCCയിൽ സമ്മർദ്ദം. പ്രശ്ന പരിഹാരം എന്ന നിലയ്ക്ക് ജില്ലയ്ക്ക് പുറത്തുള്ള നേതാവിന് ചുമതല നൽകുന്നതും ആലോചനയിലുണ്ട്. ഒരു വിഭാഗം DCC സെക്രട്ടറിമാരാണ് നേതൃമാറ്റം ആവശ്യപ്പെട്ട് KPCCയെ സമീപിച്ചത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഈ സാമ്പത്തിക ഇടപാടുകളിൽ ND അപ്പച്ചന്റെ പങ്ക് വലിയ തോതിൽ പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റുവാനുള്ള ആലോചനയിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരം വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും ഇത്തരത്തിൽ ഈ ആരോപിതനായി എന്ന നിലയിൽ തന്നെയാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നേതൃമാറ്റം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഈ സ്വാഭാവികമായിട്ടും ND അപ്പച്ചന്റെ നേതൃമാറ്റം ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഈ വിഷയത്തിൽ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് വരുന്നത്, IC ബാലകൃഷ്ണൻ MLA-യോടൊപ്പം. അതുകൂടെ ഇതിന് കാരണമായി എന്ന് വേണം കരുതാൻ. തൃശ്ശൂരിലും ഇത് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയും ചർച്ചകളും ഒക്കെ ഉണ്ടായപ്പോൾ DCC പ്രസിഡന്റിനെ മാറ്റുകയും പുറത്ത് നിന്ന് ശ്രീകണ്ഠനെ താൽക്കാലികമായി DCC പ്രസിഡന്റാക്കി നിയമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പരിധിവരെ കോൺഗ്രസിലെ തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു വിഷയം പാർട്ടിയെ വലിയ തരത്തിൽ ബാധിക്കുന്ന, ദേശീയ തലത്തിൽ പോലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക് ഇപ്പോഴുള്ള ആരോപിതനായ DCC പ്രസിഡന്റ് മാറണമെന്ന സ്വാഭാവികമായ നേതാക്കളുടെ ഒരു ആവശ്യമുണ്ട്. അത് KPCCയിലെ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെ ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നതാണ്. വളരെ പൊടുന്നനെ ആ പ്രശ്നപരിഹാരം വേണം. അത്തരത്തിലാണ് ഒരു വിഭാഗം KPCC നേതൃത്വം ഈ വിഷയം അറിയിച്ചത്. മാത്രവുമല്ല, പുറമെ നിന്ന് തൃശൂർ മോഡലിൽ അതേ രീതിയിൽ തന്നെ പുറമെ നിന്ന് ഒരു പ്രധാന നേതാവിന് വയനാട് ജില്ലയുടെ ചുമതല നൽകുകയും ഈ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിന് പാർട്ടിയെ നയിക്കുകയും ചെയ്യണമെന്ന ചർച്ചയും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ആ സാധ്യത അനുസരിച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ടും ND അപ്പച്ചൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തൃശൂർ മോഡലിൽ തന്നെ വയനാട്ടിലെ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ നിലവിൽ KPCCയുടെ ഒരു നീക്കം എന്നാണ് മനസ്സിലാവുന്നത്. അത്തരം സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ അത് തന്നെയായിരിക്കും കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ ചെയ്യാവുന്ന സംഘടനാപരമായ ഒരു ഇടപെടൽ എന്നുകൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ലക്ഷ്മി, വലിയ വാർത്ത തന്നെയാണ് വയനാട്ടിൽ നിന്നും പുറത്തു വരുന്നത്. ND അപ്പച്ചനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുവാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. തൃശൂർ മോഡൽ വയനാട്ടിലും നടപ്പിലാക്കാൻ KPCCയിൽ സമ്മർദ്ദം ഉണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ.